രൂപനഗരത്തിന്റെ രാജകുമാരി രൂപവതി ഇന്ന് പ്രജകൾക്ക് ഭോജനവും ഉപഹാരവും നൽകുന്നതാണ്. നിങ്ങൾ ഏവരും കടന്നു വന്നോളൂ. രാജകുമാരിയുടെ സ്വയംവരത്തിന് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം. അതുപോലെ നമ്മുടെ രാജകുമാരി രൂപവതിയെ മനസ്സ് നിറഞ്ഞ് ആശീർവദിക്കുകയും വേണം. ആയുധങ്ങളുടെ മൂർച്ച വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇനി തിരികെ പോവുകയാണ്. നമുക്ക് വളരെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഇനി ഒന്നും കഴിക്കാതെ ഇവിടെ നിന്ന് മുന്നോട്ട് പോകില്ല. അഭിരാജ്, ഭക്ഷണത്തോട് ഇങ്ങനെ ആർത്തി കാണിക്കല്ലേ. എന്താണ് പറയുന്നത് സഹോദര? നാം മനുഷ്യനല്ലേ? ദാ നോക്ക് അഭിരാജ്, അതിമോഹം അതുപോലെ വിശപ്പ്, ഈ രണ്ട് കാര്യങ്ങൾക്കും മേൽ നീ വിജയം നേടിക്കഴിഞ്ഞ പിന്നീട് നിന്റെ ജീവിതത്തിലും നീ വിജയം നേടിയിരിക്കും. എന്താ പറയുന്നത് ചേട്ടാ? ചേട്ടൻ പറയുന്ന ഈ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടൻ വലിയ ജ്ഞാനിയാണ്. എനിക്ക് ഏട്ടനെ പോലെ ആവാൻ സാധിക്കുന്നില്ലല്ലോ. നമുക്കിത് കഴിക്കണം. അറിയാമോ ചങ്ങാതി, ഇവിടുത്തെ വ്യവസ്ഥകളെല്ലാം വളരെ അത്ഭുതം നിറഞ്ഞതാണ്. ഇത് കണ്ടില്ലേ, പഴങ്ങളുടെ ഒക്കെ വലുപ്പം. നീ എന്താ ഈ ചെയ്യുന്നേ? നിക്ക് നിക്ക് നിക്ക്, എന്താണിതെല്ലാം? വില നൽകാതെ പഴം കഴിക്കുകയാണോ? ഇങ്ങതാ മോഷണം നടത്താൻ വന്നിരിക്കുന്നു. അല്ല, അത് അങ്ങ് നമ്മളോട് ക്ഷമിച്ചാലും നമ്മുടെ മിത്രത്തിന് ഒരു പിഴവ് സംഭവിച്ചതാ. ഇവന് നന്നായി വിശപ്പ് തോന്നിയപ്പോ അങ്ങ് ക്ഷമിക്കണം. പറയുന്നത് പ്രകൃതിയിലെ പഴങ്ങൾക്ക് വില നൽകുന്നത് എന്ത് ന്യായമാ? അവിടെ വനത്തിൽ എല്ലാം സൗജന്യമായിട്ട് ലഭിക്കുമായിരുന്നു. അപ്പൊ നിങ്ങള് നമ്മുടെ ഈ പഴങ്ങൾക്ക് വില വാങ്ങിക്കുമല്ലേ? കേൾക്കൂ, പഴം വേണമെങ്കിൽ ഇവിടെ നിന്ന് വില നൽകാതെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നാം സൈനികരെ വിളിക്കുന്നതാണ്. സൈനികരെ വിളിക്കുമെന്നോ? സൗജന്യമായ പഴങ്ങൾക്ക് നിങ്ങൾക്ക് വില വേണമല്ലേ? നാം വില നൽകില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ. അഭിരാജ്, ശാന്തനാകൂ. ഞാൻ ഇപ്പൊ മറുപടി തരാം. അഭിരാജ്, ഒന്ന് ശാന്തനാകൂ. സൗജന്യമായി ലഭിക്കുന്ന പഴങ്ങൾക്ക് നാം വില നൽകില്ല. അവിടെ എന്താണ്? അവിടെ കലഹം നടക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രജകൾ തമ്മിൽ കലഹിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഉചിതമായിരിക്കില്ല രാജകുമാരി. ഈ രാജ്യത്തിലെ സകല പ്രജകളും നമ്മുടെ പിതാവിന്റെ സന്താനങ്ങളെ പോലെയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മനസ്സിലാവില്ല അല്ലേ? വില നൽകുകയോ വില നൽകാൻ ഉദ്ദേശിക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നത്? ചെയ്തോളൂ. രൂപവതി 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 രൂപവതി. ഇതാ ജലദേവതയാണല്ലോ. രൂപവതി 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 രൂപവതി. എന്താ ഇവിടെ? എന്താണ് കാര്യം? ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാജകുമാരി രൂപവതി, ഭയപ്പെടേണ്ട കാര്യമില്ല. എന്താണ് സംഭവിച്ചത്? രാജകുമാരി, ഈ രണ്ട് വ്യക്തികളും മോഷ്ടാക്കളാണ്. ഇവർ ഈ പീടികയിൽ നിന്നും പഴത്തിന് വില നൽകാതെ പോവുകയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാലും രാജകുമാരി. നമ്മൾ വസ്തുക്കൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വില നൽകേണ്ടി വരുന്നതാണ്. നിങ്ങൾ പഴങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വില നൽകണം. നാം പറയുന്നത് കേൾക്കൂ സഹോദര. ഇവിടെ ഇപ്പോൾ ധാരാളം ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. അതുപോലെ രാജകുമാരിയും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് ഈ പഴങ്ങൾക്ക് വില നൽകിയേ പറ്റൂ. നീ ആ കുമാരദേവന്റെ ഹാരം ഇവർക്ക് നൽകൂ. അത് ഈ പഴത്തിന്റെ വിലക്ക് പകരമാകും. നാം നമ്മുടെ മൂല്യമേറിയ ഹാരം നൽകുന്ന എന്തിനാണ്? നോക്ക്, നാം പറയുന്നത് കേൾക്ക്. ഇങ്ങ് തരൂ. നിൽക്ക നിൽക്ക.
ഇതെന്താണ്? ഈ ഹാരം ഇത് നമ്മുടെ കുമാരദേവന്റേതാണല്ലോ. നിന്റെ പക്കൽ എങ്ങനെ കിട്ടി? ഈ ഹാരവും മോഷ്ടിച്ചതാണല്ലേ? കാഴ്ചയിൽ ഒരു മോഷ്ടാവാണെന്ന് പറയില്ല, കൊള്ളക്കാരനെ പോലെ തോന്നുന്നു. നാം ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചിരുന്നല്ലോ. എന്നിട്ട് ആ പെൺകുട്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മെ കൊള്ളക്കാരനെന്ന് വിളിക്കുന്നു. ഇതാണോ നാം ചെയ്ത ഉപകാരത്തിനുള്ള ഫലം? നീ എപ്പോഴാണ് ഈ ഹാരം മോഷ്ടിച്ചത്? അതിനർത്ഥം രാജകൊട്ടാരത്തിലും പ്രവേശിച്ചു എന്നല്ലേ? അപ്പോൾ നിനക്ക് അത്രയ്ക്കും ധൈര്യമോ? പിന്നെ മറ്റെന്തൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്? രാജകുമാരി, അവിടുന്ന് ഒരു പക്ഷെ സുന്ദരിയായിരിക്കാം, രാജകുടുംബത്തിലെ അംഗവുമായിരിക്കാം. എന്നാൽ നാം ഒരു വൈദ്യനാണ്. നാം വൈദ്യരാജന്റെ മകനാണ്. അതുപോലെ ഇത് നമ്മുടെ സുഹൃത്ത് അഭിരാജാണ്. ഞങ്ങൾ അധ്വാനിക്കുന്നവരും അതുപോലെ വേട്ടയാടുന്നവരുമാണ്. അതിലൂടെയാണ് വിശപ്പകറ്റുന്നത്. മോഷണം നടത്തി ഞങ്ങൾ ഒരിക്കലും വിശപ്പകറ്റാറില്ല. അയൽ രാജ്യത്തിലുള്ളവർ പോലും ഇതുവരെ നമ്മോട് ഇപ്രകാരം സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇവൻ എങ്ങനെ സംസാരിക്കുന്നു? ഈ യുവാവ് ആരാണ്? നിനക്ക് ഇത്രയും ധിക്കാരമോ? നീ രാജകുമാരിയോട് ഇപ്രകാരമാണ് പെരുമാറുന്നത്? ഇവനെ ബന്ധിയാക്കൂ. ഇവനെ ബന്ധിയാക്കൂ. എന്താണ് നോക്കി നിൽക്കുന്നത്? രാജകുമാരി, അത് കണ്ടോ? അത് അവിടെ നോക്ക്, അവിടെ നോക്ക്. രൂപവതി, രൂപവതി.